പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കേരളത്തിൻ്റെ ചരിത്രത്തിൽ അല്ലെങ്കിൽ പോലീസ് ഭരണത്തിൻ്റെ ചരിത്രത്തിൽ എക്കാലത്തെയും അനുഭവങ്ങൾ നമ്മളെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ മാറി മാറി വരുന്ന ഭരണകൂടങ്ങളുടെ കണ്ണിലുണ്ണിയും ഏറ്റവും വലിയ കണ്ണിലുണ്ണിയും ബ്ലൂ ഐഡ് ബോയിയും വിശ്വസ്ത വിനീത വിധേയനുമായിട്ടുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ പെട്ടെന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയുന്നൊരു പേരാണ് ശ്രീമാൻ ടോമിൻ ജെ തച്ചങ്കരി. അദ്ദേഹം പല DGPമാരിൽ ഒരു DGP ആയിട്ടാണ് റിട്ടയർ ചെയ്തിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക കാലാവധി കാലത്തിനിടയിൽ 1-2 പ്രാവശ്യം സസ്പെൻഡ് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നുള്ളതും ശരി തന്നെയാണ്. പക്ഷേ അങ്ങനെ ഉണ്ടെങ്കിലും ഇംഗ്ലീഷിൽ പറഞ്ഞ നോട്ട് വിത്ത് സ്റ്റാൻഡിങ് ദാറ്റ് ദോസ് സസ്പെൻഷൻസ് കേരളത്തിൻ്റെ പോലീസ് സേനയിൽ വെച്ച് ഭരണാധികാരികളുടെ ഏറ്റവും അടുപ്പക്കാരനും കണ്ണിലുണ്ണിയുമായിട്ടുള്ള ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ഒരു സംശയവും ഇല്ലാത്ത നമുക്ക് പറയാൻ കഴിയുന്ന ഒരു പേരാണ് ടോമിൻ ജെ തച്ചങ്കരി. എന്നാൽ അതേസമയം തന്നെ സർവീസിലിരിക്കുന്ന ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനെതിരെ ഏറ്റവും കൂടുതൽ അഴിമതി ആരോപണങ്ങൾ, ഇപ്പോൾ കേരളത്തിലെ പോലീസ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരെ ഒരുപാട് അഴിമതി ആരോപണങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. പക്ഷെ അതുമൊക്കെ ബന്ധപ്പെട്ട് താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ അഴിമതി ആരോപണങ്ങളും ഏറ്റവും രൂക്ഷമായിട്ടുള്ള അഴിമതി ആരോപണങ്ങളും ഉയർന്നു വന്നിട്ടും ഭരണകൂടത്തിൻ്റെ കണ്ണിലുണ്ണിയായി തുടർന്ന ഏത് പോലീസ് ഉദ്യോഗസ്ഥരുണ്ട് എന്ന് ചോദിച്ചാൽ അത് ടോമിൻ ജെ തച്ചങ്കരി ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ ആരും തർക്കവും. ഒരുപാട് പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരെ ഒരുപാട് ആരോപണങ്ങൾ ഉയർന്നു. ഇപ്പം തന്നെ പോലീസിലുള്ള ADGP S ശ്രീജിത്ത് എന്ന് പറഞ്ഞിട്ട് ഒരു ഉദ്യോഗസ്ഥനുണ്ട്. അയാൾക്കെതിരെയൊക്കെ ഒരുപാട് ആരോപണങ്ങളുണ്ട്. പക്ഷെ അതിലേക്ക് കടത്തിവെട്ടുന്ന നിലയിലുള്ള അതിഗുരുതരമായിട്ടുള്ള ഒട്ടേറെ ആരോപണങ്ങൾ നേരിട്ടിട്ടുള്ള ഒരാളാണ് ടോമിൻ ജെ തച്ചങ്കരി. പക്ഷേ അയാൾക്കും ഈ പറഞ്ഞ പോലെ ഇടയ്ക്ക് 2 ചെറിയ സസ്പെൻഷൻ വന്നതൊഴിച്ചാൽ ഒരു കുഴപ്പമില്ലാതെ അയാൾ സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്തു പോയി. പക്ഷേ ഇപ്പോഴത്തെ അയാളുടെ അവസ്ഥ എന്താണ് എന്നുള്ളത് ഞാൻ പറയാം. എന്തുമാത്രം ആരോപണങ്ങളാണ് അയാൾ വിദേശത്ത് പോയി എന്തോ ഒരു തീവ്രവാദികളുമായിട്ട് ചർച്ച നടത്തി എന്നുള്ളത്, അയാൾ അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചു എന്നുള്ളത്, അയാൾ അനധികൃതമായി CD നിർമ്മിക്കുന്ന ഒരു സ്റ്റുഡിയോ നടത്തി എന്നുള്ളത്, അയാൾ അനധികൃതമായി കോടികളുടെ സ്വത്ത് സമ്പാദിച്ചു എന്നുള്ളത്, അയാൾ അനധികൃതമായി പ്രതികളെ പീഡിപ്പിച്ചു അവരുടെ മനുഷ്യാവകാശം ലംഘിച്ചു എന്നുള്ളതൊക്കെ ഉൾപ്പെടെ ഒരു പിടി ആരോപണങ്ങൾ ഈ ടോമിൻ തച്ചങ്കരിക്കെതിരെ ഉണ്ടായിരുന്നു. പക്ഷെ ആ ടോമിൻ തച്ചങ്കരി എന്ന് പറഞ്ഞ ഉദ്യോഗസ്ഥൻ ഒരുപക്ഷെ രാഷ്ട്രീയ നേതാക്കളെ താങ്ങിയിട്ടുള്ളതുപോലെ രാഷ്ട്രീയ നേതാക്കളുടെ കോടാലിക്കൈയായി പ്രവർത്തിക്കാൻ ആർജവം കാണിച്ചിട്ടുള്ളതുപോലെ വേറെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനും ആർജവം കാണിച്ചിട്ടുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല. പ്രത്യേകിച്ച് അയാൾ ഏറ്റവും കൂടുതൽ അയാൾക്ക് അടുപ്പമുണ്ടായിരുന്നത് UDF ആയിട്ടൊക്കെ നല്ല അടുപ്പം ഉണ്ടായിരുന്നു, ഉമ്മൻചാണ്ടിയായിട്ടൊക്കെ അടുപ്പം ഉണ്ടായിരുന്നെങ്കിൽ പോലും അദ്ദേഹം ശ്രീമാൻ പിണറായി വിജയൻ്റെ ഏറ്റവും അടുത്ത ഒരു സഹയാത്രികനായിരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനമായി നമ്മൾ കാണേണ്ടത്. 2000-ൽ കൈരളി ചാനൽ തുടങ്ങുന്ന സമയത്ത് കൈരളി ചാനലിൻ്റെ എറണാകുളത്തെ ഓഫീസ് നിർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ നേരിട്ട് നിന്ന് ചെയ്തു കൊടുത്തിട്ടുള്ള ആളാണ് ഈ അന്ന് SP ആയിരുന്ന ഈ ടോമിൻ തച്ചങ്കരി. ഞാൻ കേട്ടിട്ടുണ്ട്. അത് പെട്ടെന്ന് സമയത്തിനുള്ളിൽ പണി തീർക്കാൻ വേണ്ടിയിട്ട് അന്ന് പിണറായി വിജയൻ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു. പിണറായി വിജയനെ കണ്ടു പറയുകയും ഈ മെറ്റലിൻ്റെ ലോറി മണ്ണിൻ്റെ ലോറിയൊക്കെ തടഞ്ഞ് അയാൾ നേരിട്ട് മേൽനോട്ടം വഹിച്ച് അന്ന് കൈരളി ചാനലിൻ്റെ എറണാകുളത്തെ ഓഫീസ് കെട്ടിടം അയാൾ സമയബന്ധിതമായി പണി തീർത്തുവെന്നും ആ പണി തീർത്തതിനെ തുടർന്ന് അയാളെ അനുമോദിക്കാൻ വേണ്ടിയിട്ട് പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ യോഗം കൂടിയിട്ടുണ്ടെന്ന് പോലും ഞാൻ കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ കൈരളി ചാനലിൽ ഒരു ട്രാൻസ്പോണ്ടർ ഇറക്കുമതി ചെയ്തത് ടോമിൻ തച്ചങ്കരി എന്ന് പറഞ്ഞ പേരിലാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അയാളന്ന് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു. എല്ലാ കാലത്തും പിണറായി വിജയൻ്റെ ഏറ്റവും അടുത്ത കയ്യാളായിരുന്നു ഇയാൾ. ഇയാൾക്കെതിരെ 10-30 വർഷക്കാലമായി സമരം ചെയ്തുകൊണ്ടിരുന്ന എൻ്റെ സുഹൃത്ത് ബോബി കുരുവിളയുണ്ട്, ആലപ്പുഴ എന്നുള്ളത്. ഉണ്ടായിട്ടും ഒന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു. കാരണം ഇയാൾ പിണറായി വിജയൻ്റെ ഏറ്റവും വിശ്വസ്ത വിനീത വിധേയനായിരുന്നു. പക്ഷെ എങ്കിലും ബോബി കുരുവിള തൻ്റെ സമരം തുടർന്നുകൊണ്ടിരുന്നു. അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചു ഇയാളെന്നും പറഞ്ഞിട്ട് ബോബി കുരുവിള പരാതി കൊടുത്തു. ആ പരാതിയെക്കുറിച്ച് അന്വേഷിച്ച് ഒരു ഘട്ടം വന്നപ്പോൾ ഇയാൾ അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചിട്ടുണ്ടെന്ന് സ്റ്റേറ്റ് വിജിലൻസിന് തന്നെ കണ്ടെത്തേണ്ടി വന്നു. അത് ഉമ്മൻചാണ്ടിയുടെ കാലത്തായിരുന്നു, പിണറായിയുടെ കാലത്തായിരുന്നു എനിക്ക് തോന്നുന്നു. സ്റ്റേറ്റ് വിജിലൻസിന് തന്നെ ഇയാൾ അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചു എന്ന് കണ്ടെത്തേണ്ടി വന്നു. പക്ഷേ അയാളത് നീട്ടിക്കൊണ്ടുപോയി. കാരണം അധികാരത്തിലിരിക്കുകയാണ്.
2016 ആയപ്പോഴത്തേക്ക് അയാൾ വലിയ ശക്തനായി. കാരണം പിണറായി വീണ്ടും മുഖ്യമന്ത്രിയായി. അയാൾ DGP ആയി. ലോ ആൻഡ് ഓർഡറിൻ്റെ അല്ല, അയാളൊരു DGP ആയി ഉള്ള പ്രൊമോഷൻ അയാൾക്ക് കിട്ടി. ബോബി ഇടയ്ക്കിടയ്ക്കൊക്കെ എന്നെ വിളിക്കുമ്പോൾ പറയേണ്ട സാറേ ഒന്നും നടക്കുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ബോബി എന്നോട് വിഷമിക്കാറുണ്ടായിരുന്നു. അങ്ങനെ അയാളുടെ ഈ അനധികൃത സ്വത്ത് സമ്പാദനത്തിൽ അന്തിമ തീർപ്പ് കൽപ്പിക്കുന്നത് നീട്ടി കൊണ്ടുപോയി. കോട്ടയം വിജിലൻസ് കോടതി ഇതിൻ്റെ വിചാരണ നടപടികൾ തുടങ്ങാനിരിക്കുന്ന സമയത്ത് അയാളുടെ ഡിസ്ചാർജ് പെറ്റീഷൻ കോട്ടയം വിജിലൻസ് കോടതിയിൽ ഫയൽ ചെയ്തു. തന്നെ ഡിസ്ചാർജ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ഫയൽ ചെയ്തു. അത് കോട്ടയത്ത് വിജിലൻസ് കോടതി തള്ളി. അത് തള്ളിയതിനെ തുടർന്ന് അയാൾ ഹൈക്കോടതി പോയി തന്നെ ഡിസ്ചാർജ് ചെയ്യണമെന്ന് പറഞ്ഞു. ഹൈക്കോടതിയും അയാളുടെ ഡിസ്ചാർജ് പെറ്റീഷൻ തള്ളി. അപ്പോൾ പിന്നെ വിചാരണ തുടങ്ങണമല്ലോ. ആ സമയത്ത് അയാൾ എന്ത് ചെയ്യുന്നറിയാമോ? പിണറായിയാണ് മുഖ്യമന്ത്രി. ആ സമയത്ത് അയാൾ പിണറായി വിജയൻ ഒരു കത്ത് കൊടുത്തിട്ട് പറഞ്ഞു, എൻ്റെ ഈ സ്വത്ത് സമ്പാദന കേസിൽ പുതിയ തെളിവുകളൊക്കെ കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് ഇത് പുനരന്വേഷണം നടത്തണം എന്ന് പറഞ്ഞ് പ്രതി മുഖ്യമന്ത്രിക്ക് കത്ത് കൊടുക്കുകയാണ്. എങ്ങനെയാണ്? ഡിസ്ചാർജ് പെറ്റീഷനിൽ അയാൾക്കെതിരെ തീർപ്പ് കൽപ്പിച്ച് 3 വർഷം കഴിയുമ്പോൾ ഓർത്തു നോക്കണം. തനിക്കെതിരെയുള്ള ഡിസ്ചാർജ് പെറ്റീഷൻ തള്ളിക്കളഞ്ഞ് 3 വർഷങ്ങൾക്ക് ശേഷം കേസിലെ പ്രതി മുഖ്യമന്ത്രിക്ക് തൻ്റെ കേസിൽ പുനരന്വേഷണം നടത്തണമെന്ന് പറഞ്ഞൊരു കത്ത് കൊടുക്കുന്നു. ആ പ്രതി കൊടുത്ത കേസ് പരാതി, ആ ഡിസ്ചാർജ് പെറ്റീഷൻ തള്ളിക്കഴിഞ്ഞ് 3 വർഷം കഴിഞ്ഞ് പ്രതി കൊടുത്ത പരാതി വള്ളിപുള്ളി വ്യത്യാസമില്ലാതെ തൊണ്ട തൊടാതെ വിഴുങ്ങിയ പിണറായി വിജയൻ ഇയാളുടെ കാര്യത്തിൽ പുനരന്വേഷണം പ്രഖ്യാപിക്കുന്നു. എങ്ങനെയുണ്ട്? എവിടെയെങ്കിലും കേട്ടുകേൾവിയുണ്ടോ സുഹൃത്തുക്കളെ? അതിനെതിരെ ബോബി ഹൈക്കോടതി പോകുന്നു. ഹൈക്കോടതിയിലിരിക്കുന്ന ഏതോ ഒരു ന്യായാധിപൻ, എനിക്കറിയില്ല, അയാൾ എന്ത് ചെയ്യുന്നറിയാവോ? ഇതിൽ തെറ്റില്ല, പിണറായിയുടെ തീരുമാനം ശരിയാണെന്ന് പറഞ്ഞുകൊണ്ട് ബോബിയുടെ ഹർജി ഹൈക്കോടതിയിൽ ഒരു സിംഗിൾ ബെഞ്ച് തള്ളിക്കളഞ്ഞു. അയാളുടെ പേരെനിക്ക് ഓർമ്മയില്ല. അയാൾക്ക് നിയമത്തെക്കുറിച്ചിട്ടുള്ള വിവരം എന്താണെന്ന് ക്ലിയർ ആകും. എന്തായാലും അതുമായി ബോബി എന്ത് ചെയ്തു? വീണ്ടും ഡിവിഷൻ ബെഞ്ചിൽ പോയി. ഡിവിഷൻ ബെഞ്ചിൽ ചെന്ന് ഡിവിഷൻ ബെഞ്ച് ജയശങ്കരൻ നമ്പ്യാരും ജോബിൻ സുഭാഷും കൂടെ ചേർന്ന് ഡിവിഷൻ ബെഞ്ച് വിശദമായി കേട്ടപ്പോൾ അവർ ഞെട്ടിപ്പോയി. അവർ നോക്കുമ്പോൾ ഡിസ്ചാർജ് പെറ്റീഷൻ തള്ളി. ഡിസ്ചാർജ് പെറ്റീഷൻ തള്ളിക്കഴിയുമ്പോൾ വിചാരണ തുടങ്ങുന്നില്ല. ഇയാൾ നീട്ടിക്കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു. 3 വർഷം കഴിഞ്ഞാൽ മുഖ്യമന്ത്രിക്ക് പ്രതി പോയൊരു കത്ത് കൊടുക്കുന്നു. ഉടനെ മുഖ്യമന്ത്രി അത് അനുകൂലിക്കും. അപ്പോൾ ഇത് ഡിവിഷൻ ബെഞ്ച് ചോദിച്ചു, ഇത് ഞങ്ങൾ കേൾവിയില്ലാത്ത കാര്യമാണ്, പ്രതി കൊടുക്കുന്നത് അംഗീകരിക്കലോ, ഇത് എന്താണിത് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു? ആ സിംഗിൾ ബെഞ്ചിൻ്റെ വിധിയെടുത്ത് ദൂരെ കളഞ്ഞിട്ട് പറഞ്ഞു 6 മാസത്തിനുള്ളിൽ വിചാരണ തീർത്തോണോ. എന്നിട്ട് അവരതിനകത്ത് എഴുതി വെച്ചു, ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ വിചാരണ നടപടികൾ ഇതുപോലെ അനന്തമായി നീട്ടിക്കൊണ്ടുപോകുന്നത് നിയമവിരുദ്ധമാണ്, അത് നിയമവ്യവസ്ഥയെ വെല്ലുവിളിക്കുന്നതിന് തുല്യമാണെന്ന് പറഞ്ഞ് എഴുതി അയാൾ ഈ കേസിൽ വിചാരണ തുടങ്ങാൻ വേണ്ടിയിട്ട് പറഞ്ഞു. 6 മാസത്തിൽ തീർത്തോണം. അങ്ങനെ വന്നപ്പോൾ ഇയാൾക്ക് വേറൊരു നിവൃത്തിയില്ല. അങ്ങനെ കോട്ടയം വിജിലൻസ് കോടതിയിൽ വിചാരണ ആരംഭിച്ചു. ആ വിചാരണ കോടതിയിൽ വന്ന അയാൾ അവിടുന്ന് പിൻവാതിലിലൂടെ ഇറങ്ങി ഓടി അയാളുടെ കാറിൽ കയറി പോകുന്ന ഒരു വീഡിയോ, ചെറിയൊരു വീഡിയോ ഇനി ഞാൻ നിങ്ങളെ കാണിക്കുന്നുണ്ട്, നിങ്ങൾ നോക്കണം. അതായത് പിണറായി വിജയൻ്റെ വിശ്വസ്ത വിനീത വിധേയൻ, പിണറായി വിജയൻ്റെ ബ്ലൂ ഐഡ് ബോയ്, പിണറായി വിജയൻ്റെ കണ്ണുലുണിയായിരുന്ന റിട്ടയർഡ് DGP ടോമിൻ തച്ചങ്കരി കോട്ടയം വിജിലൻസ് കോടതിയുടെ പുറകിൽ കൂടെ ഇറങ്ങി ഓടിപ്പോകുന്നു. അതാണ് നിയമവ്യവസ്ഥയുടെ വിജയം. അത് നിങ്ങളൊന്ന് കാണണം. ഇനി കണ്ടല്ലോ. ഇയാൾ എന്ത് ചെയ്യുന്നറിയാമോ? പിന്നീട് ഇയാൾ വീണ്ടും ഈ വിചാരണ തടസ്സപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇയാൾ സുപ്രീം കോടതിയിൽ പോയി. ഈ കഴിഞ്ഞ ദിവസം തൻ്റെ വിചാരണ തടയണമെന്ന് പറഞ്ഞിട്ടുള്ള കേസുമായിട്ട് സുപ്രീം കോടതി പോയി. ആരാന്നറിയാമോ? ഇയാളുടെ വക്കീൽ, ഇയാളുടെ അഭിഭാഷകൻ, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഫീസ് മേടിക്കുന്ന മുകുൾ റോത്തഗി. മുകുൾ റോത്തഗി എന്ന് പറഞ്ഞ ആൾക്ക് നമ്മൾ അനൗദ്യോഗികമായി കേൾക്കുന്നത് അയാളുടെ ഒരു അപ്പിയറൻസിന് 25 ലക്ഷം രൂപയാണെന്ന്. ഒരു അപ്പിയറൻസിന് 25 ലക്ഷം രൂപ. ആ മുകുൾ റോത്തഗിയെ വെച്ചുകൊണ്ട് ഇയാൾ ഈ കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി പോയിട്ട് വിചാരണ തടയണം എന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ എത്ര ലക്ഷം കോടികൾ സമ്പാദിച്ചിട്ടുണ്ടാവും നമ്മൾ നോക്ക്. പക്ഷെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറഞ്ഞു കഴിയില്ല. ഡിസ്മിസ് ചെയ്തെടുത്ത് ചവറ്റോട്ടെ കളഞ്ഞു. റോത്തഗി ആണ് ചെയ്തെങ്കിൽ പോലും ചവറ്റോട്ടെ കളഞ്ഞു. അതോടുകൂടി വീണ്ടും വിചാരണയിലേക്ക് വന്നിരിക്കുക. ഇനി വിചാരണ തീരാൻ 2-3 മാസം കൂടെ ഉണ്ട്. സുഹൃത്തുക്കളെ, വിചാരണ തീർന്നാൽ ഒരു സംശയവും വേണ്ട, ഇയാൾ ജയിലിലാവും എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു തർക്കവുമില്ല. കാരണം ആ വിചാരണ അയാൾക്ക് അനുകൂലമായിരിക്കില്ല എന്നുള്ളതുകൊണ്ടാണല്ലോ അയാൾ വീണ്ടും സുപ്രീം കോടതി പോയത്. അപ്പോൾ സുപ്രീം കോടതിയും തള്ളി,
കേരള ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചും തള്ളി. ഇനിയിപ്പോൾ 2-3 മാസം കൂടെ വിചാരണയ്ക്കുള്ളൂ. എന്തായാലും 3 മാസം കൂടെ കഴിയുമ്പോൾ ഈ ടോമിൻ തച്ചങ്കരി എന്ന് പറഞ്ഞ പിണറായി വിജയൻ്റെ ഈ കണ്ണിലുണ്ണി ജയിലിലേക്ക് പോകുന്നത് കാണാനുള്ള മഹാഭാഗ്യം നമുക്കുണ്ടാവും എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ ബോബി കുരുവിളയുടെ ഒരു ഇച്ഛാശക്തി കൊണ്ടാണ് ഇത് ഇവിടം വരെ വന്നത്. 10-30 വർഷക്കാലമായി ഇതിൻ്റെ പുറകെ നടക്കുകയായിരുന്നു ബോബി കുരുവിളയ്ക്ക് അഭിമാനിക്കാനുള്ള അവസരം ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ എനിക്ക് ആരും തർക്കവുമില്ല. ഈ അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ 4 മുതൽ 10 വർഷം വരെയാണ് ജയിൽ. 2 വർഷം ജയിൽ ശിക്ഷ, 3 വർഷം ജയിൽ ശിക്ഷ, 4 വർഷം ഒക്കെ നടന്നിട്ടുണ്ട് ഇങ്ങനെ അനധികൃത സ്വത്ത് സമ്പാദനമായിട്ട്. എന്തായാലും ഒരു സംശയവും വേണ്ട, ടോമിൻ തച്ചങ്കരി അഴിയണ്ണും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അത് ബോബി കുരുവിള നടത്തിയ 2-3 പതിറ്റാണ്ട് കാലത്തെ ഉജ്ജ്വലമായിട്ടുള്ള വിജയമായിരിക്കും എന്നുള്ള കാര്യത്തിലും ഒരു തർക്കവുമില്ല. എനിക്ക് അവസാനമായി സൂചിപ്പിക്കാനുള്ളത്, പോലീസ് സേനയിൽ ഇപ്പോൾ തുടരുന്ന അഴിമതിക്കാരും ഈ പറഞ്ഞതുപോലെ തെറ്റായിട്ടുള്ള ക്രെഡൻഷ്യലുള്ള ഉദ്യോഗസ്ഥന്മാർക്കും ഇതൊരു പാഠമായിരിക്കണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. പോലീസ് സേനയിൽ ഇതുപോലെ തന്നെ ഇത്രയില്ലെങ്കിൽ പോലും ഇതിനൊപ്പം കിടപിടിക്കാവുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പോലീസ് സേനയിലുണ്ട്. അയാളുടെ പേര് ADGP ശ്രീജിത്ത് എന്നാണ്. അയാൾക്കെതിരെ പോരാടിക്കൊണ്ടിരിക്കുന്ന ഞാനാണ്. എനിക്കൊരു സംശയവുമില്ല ആ കാര്യത്തിൽ ഞാൻ വിജയിക്കും എന്ന് തന്നെയാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. എന്തായാലും ടോമിൻ ജെ തച്ചങ്കരി അഴിയണ്ണും എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവും ഇല്ല.